എല്ലാവർക്കും ശ്രീയ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കായിട്ടാണ്. വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ. എന്താണെന്നറിയോ? പ്ലാന്ററാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ പ്ലാന്റർ? അത് നമ്മുടെ ഐസ്ക്രീം ബോളില്ലേ, ഐസ്ക്രീം ബൗള്, ആ ബൗള് നമ്മൾ ഐസ്ക്രീം ഒക്കെ തിന്നു കഴിഞ്ഞാൽ കളയല്ല ചെയ്യുക. അതിൻ്റെ പകരം നമുക്ക് ഒരു അടിപൊളി പ്ലാന്ററാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതാണെങ്കിൽ നല്ല ഭംഗിയാണ്, ചെടിയൊക്കെ വിൽക്കുമ്പോൾ നല്ല രസമൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാൽ നല്ല അടിപൊളി പ്ലാന്റർ എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. അത് ഇനി ഞാൻ നിങ്ങൾക്കും കൂടെ അത് പരിചയപ്പെടുത്തി തരികയാണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് ഐസ്ക്രീം ബൗളിൽ ഞാൻ ബ്ലൂ പെയിൻ്റ് അടിച്ചതാണ്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ തന്നെ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കണ്ടോ, നല്ല ബ്ലൂ കളർ പെയിൻറ് ഞാൻ ഇതിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ പെയിൻ്റ് അടിക്കേണ്ടത്, ഞാൻ പറഞ്ഞു തന്നിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇനി എടുത്തിരിക്കുന്ന പൂവാണ് കേട്ടോ. ഇത് പ്ലാന്ററിന് ഞാൻ എടുത്ത പൂവാണ്. ഈ പൂവാകുമ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഐസ്ക്രീം ബൗളിന് നന്നായിട്ട് ചേരുന്നൊരു പൂവാണ് കേട്ടോ. ആയി വരുമ്പോഴൊക്കെ എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫ്ലവറാണ്. ആ പിങ്ക് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? കണ്ടോ, എല്ലാം ഭംഗിയുണ്ട്. പിന്നെ അതാ കണ്ടോ, ഇതിൻ്റെ ഇല ഇതാണ് കേട്ടോ. പിന്നെ ഇതാ 2 പൂവുണ്ട് കണ്ടോ, എന്നുവെച്ചാൽ 2 സ്റ്റെമ്മ് പുല്ല് പൂവുണ്ട് കണ്ടോ. ഈ പൂവുണ്ട് ഞാൻ എടുത്തതിൽ. ഈ പൂവ് എനിക്ക് എന്താ അറിയില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ പൂവ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പൂ എന്നാൽ പിന്നെ നമുക്ക് പ്ലാന്ററിന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ പ്ലാന്ററിൻ്റെ ഇല. ഇനി നമുക്ക് ഈ ഐസ്ക്രീം ബൗളിൽ നമുക്ക് കുറച്ച് ചിത്രം വരയ്ക്കണം. അപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് ജെൽ പെന്നുകൊണ്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാണാൻ പറ്റും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പൂമ്പാറ്റയില്ലേ, നമ്മൾ ഈ അമ്പിളി അമ്മാവൻ്റെ ചെയ്തില്ലായിരുന്നോ ഈദ് മുബാറക് സ്പെഷ്യലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്പിളി അമ്മാവനെ ഇങ്ങനെ മുറിച്ചെടുത്തത് അതേമാതിരിയാണ് ഞാൻ ഈ പൂമ്പാറ്റ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ അമ്പിളി അമ്മാവനെ മുറിച്ചെടുത്ത പോലെ ഈ പൂമ്പാറ്റ ഞാൻ മുറിച്ചെടുത്തതാണ്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ സ്റ്റെൻസിലാണ് കേട്ടോ. ഇത് നമുക്ക് ഫെവിക്രിലിൻ്റെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പെയിൻറ്റിങ്ങിൻ്റെ കൂടെ കേട്ടോ, ഫ്രീ ആണ്. കണ്ടോ, ഈ ഫെവിക്രിലിൻ്റെ കൂടെ എനിക്ക് കിട്ടിയാണ്. ഫ്ലവർ കിറ്റ് ഇല്ലേ, അതിൻ്റെ കൂടെ കിട്ടിയ ഫ്ലവർ കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പെയിൻറ്റിങ് ഇല്ലേ, നമ്മൾ സാധാ പെയിൻറ്റ് ഫെവിക്രിലിൻ്റെ ആണ് ഞാനിപ്പോൾ എല്ലാം ഉപയോഗിക്കുന്നത്. പെയിൻറ്റും എല്ലാം ഞാൻ ഫെവിക്രിലിൻ്റെ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫെവിക്രിലിൻ്റെ പെയിൻറ്റിൽ നിന്ന് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഇതാണ്. അപ്പോൾ ഞാൻ ഈ കാർഡ്ബോർഡ് ഇങ്ങനെ വെക്കുക, പൂമ്പാറ്റയായിട്ട് ഷേപ്പാക്കി വെച്ചില്ലേ, അത് നമ്മൾ ഈ അമ്പിളി അമ്മാവന് ഡോട്ട് ഇട്ട് കൊടുത്തില്ല, ഇങ്ങനെ നമ്മൾ ഈദ് മുബാറക്കിന് ചെയ്ത പോലെ ഡോട്ട് ഇട്ട് ലൈനർ വെച്ച് ഡോട്ട് ഇടായിരുന്നു ചെയ്തത്. പക്ഷെ ഞാനിപ്പോൾ പെന്നുകൊണ്ട് ഇങ്ങനെ വരച്ച് പെയിൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്, പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ മുഴുവൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചത്. അങ്ങനെ ഇതാ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ കാണുന്നുള്ളൂ. നമുക്കിനി പെയിൻ്റ് അടിക്കണമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ കണ്ടാൽ മതി. നമുക്ക് ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഓറഞ്ച് പെയിൻ്റാണ്. ബ്ലൂവിന് നന്നായിട്ട് ചേരുന്നത് എനിക്ക് തോന്നി ഓറഞ്ചാണ് എന്ന്. അപ്പോൾ ഞാൻ ഈ ഓറഞ്ച് പെയിൻ്റാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് പേൾ മെറ്റാലിക്കിൻ്റെ പെയിൻ്റാണ് കേട്ടോ. ഈ ഓറഞ്ച് പെയിൻറ്റ് ഞാൻ ആ പൂമ്പാറ്റയ്ക്ക് കൊടുക്കുകയാണ്. നല്ല ഭംഗിയുണ്ടാവും എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ പൂമ്പാറ്റയ്ക്ക് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ പൂമ്പാറ്റയ്ക്ക് ബ്രഷ് ഉണ്ട്. ഞാനൊരു റെഡി ആവുമെന്നറിയില്ല, എന്നാലും ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാനിത് ഫുള്ള് പെയിൻ്റ് അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എല്ലാം. അങ്ങനെ ഞാൻ ഫുള്ള് ഓറഞ്ച് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ പൂമ്പാറ്റയ്ക്ക്. ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അടിയിൽ കുറച്ച് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഇതിൽ ഡോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ മറ്റേ പൂമ്പാറ്റ വരച്ചു, 2 പൂമ്പാറ്റയാണ് ഞാൻ വരച്ചത്. 2 ഇതും ഞാൻ കാണിച്ചു തന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വരച്ച 2 രീതിയിലുള്ള പൂമ്പാറ്റയാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈനറാണ് എടുത്തിരിക്കുന്നത്. പിങ്ക് കളർ ലൈനർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്.
എന്നിട്ട് നമ്മൾ ഔട്ട്ലൈന് കൊടുക്കുകയാണ്. കണ്ടോ, ഈ പിങ്ക് കൊണ്ട് ഔട്ട്ലൈന് നന്നായിട്ട് നമുക്ക് കൊടുക്കണം. അപ്പം ഈ പൂമ്പാറ്റ ഫുള്ള് ഈ ഔട്ട്ലൈനർ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കാം. പൂമ്പാറ്റയ്ക്ക് നമുക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന അത്രയും ഇതിൽ ഡെക്കറേഷൻ ചെയ്യാം, നമ്മളുടെ ഐഡിയയിൽ ചെയ്യാം. ഞാൻ വിചാരിച്ചു ഇങ്ങനെ പിങ്കിൽ ഇങ്ങനെ കുത്തിടാമെന്ന് വിചാരിച്ചു, ഓറഞ്ച് അതിൽ പിങ്ക് കളർ കുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതാ ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, പൂമ്പാറ്റ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയിട്ട് ഞാനിത് ഐസ്ക്രീം ബൗളിൽ 3 ഓട്ടകളിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ഈ വെള്ളം കൂടിപ്പോയാൽ അങ്ങനെ തന്നെ നിന്ന് ചെടി കേടായിപ്പോവും. അപ്പോൾ ഈ ഓട്ടയിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോകും കൂടിപ്പോയാൽ. അപ്പോൾ ഞാനിതെങ്ങനെ ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ, നമ്മുടെ പപ്പടത്തിൻ്റെ കോലില്ലേ, ആ കോല് നമ്മൾ ചൂടാക്കിയിട്ട് ഈ ഐസ്ക്രീം ബൗളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇതേപോലെ ഓട്ടയായിട്ട് കിട്ടും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ ഈ ഗോൾഡൻ കളർ ലേസ് എടുത്തിട്ടുണ്ട്. ഇത് മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ, ഈ കളറിലുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിപ്പോൾ ഈ ഗോൾഡനാണ് എടുത്തത്. ഇനി നമ്മുടെ മൂടീൻ്റെ മുകളിൽ നമ്മൾ ഫെവിക്കോൾ പശയാക്കിയിട്ട് നമ്മൾ ആ ഗോൾഡൻ കളർ ലേസില്ലേ അതിങ്ങനെ വെച്ച് കൊടുക്കണം. കണ്ടോ, ഇതിങ്ങനെ നമുക്ക് വെച്ചെടുക്കുക. ഒരു ഡിസൈൻ പോലെയാണ് ഞാൻ ചെയ്തത്. എൻ്റെ ക്രിയേറ്റിവിറ്റി ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതിലും ഭംഗിയാക്കണമെങ്കിൽ അതേമാതിരി ചെയ്യാം. അപ്പം ഞാൻ ഇത് ഗോൾഡൻ കളറ് ലേസ് ചുറ്റി വയ്ക്കുകയാണ്. കണ്ടോ, നമ്മുടെ പ്ലാന്ററിൻ്റെ പരിപാടി ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ മണ്ണ് നിറയ്ക്കണം, എന്നാലല്ലേ ചെടി വളരുള്ളൂ. അപ്പോൾ ഞാൻ മണ്ണ് നിറയ്ക്കുകയാണ്. ഇനി നമുക്ക് ചെടി നടാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ ഈ 3 ചെടിയും ഇറക്കി കൊടുക്കണം. കണ്ടോ, ഞാൻ ഈ 3 ചെടിയും ഇറക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കി മണ്ണ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണല്ലോ എല്ലാവരും ചെടി കുഴിക്കുക, ചെടി നടുക. അതേപോലെ ഈ ഐസ്ക്രീം ബൗളിലും ചെയ്യണം. ഇത് ഐസ്ക്രീം ബൗളിലെ മൂടിയാണ്. ഈ മൂടി എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം ലീക്കാവാതിരിക്കാൻ ഈ മൂടി തന്നെ വെള്ളം നിൽക്കും. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചാൽ മൂടി തന്നെ വെള്ളം നിൽക്കും. എന്നിട്ട് നമുക്ക് വെള്ളം മൂടി നിറയുകയാണെങ്കിൽ മാറ്റിയാൽ മതി. അപ്പോൾ ഞാനിത് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെടിക്ക്.